വളരുന്ന പ്രായത്തിൽ ഒരു കുട്ടി കടന്നു പോകുന്ന പലതരം വൈകാരിക പ്രതിസന്ധികളുണ്ട്. ബാല്യത്തിലത് കൂട്ടുകാരാൽ അല്ലെങ്കിൽ ചുറ്റുമുള്ളവരാൽ കളിയാക്കപ്പെടുന്ന നിമിഷങ്ങൾ, തോറ്റുപോകുന്ന നിമിഷങ്ങൾ, കൂട്ടുകാർ ഒറ്റപ്പെടുത്തുന്ന നിമിഷങ്ങൾ, പേടി തോന്നുന്ന നിമിഷങ്ങളൊക്കെ ആണെങ്കിൽ ഇത്തിരി കൂടി വളർന്നു വരുന്ന ഒരു കൗമാരക്കാരനെയോ യുവാവിനെ എടുത്തു നോക്കും. ഭാവിയെ പറ്റിയുള്ള അവൻ്റെ കൺഫ്യൂഷൻസ്, ബന്ധങ്ങളിലുണ്ടാകുന്ന ചില പാളിച്ചകൾ, അറിയാതെ അകപ്പെട്ടു പോയ ചില പ്രശ്നങ്ങൾ, ആരിൽ നിന്നെങ്കിലും ഏറ്റ ചില മുറിവുകൾ, ചില അപ്രതീക്ഷിത തിരിച്ചടികൾ, ഇനി എന്ത് എന്നറിയാതെ നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ, ചുറ്റുമുള്ള മനുഷ്യർ മുഴുവൻ കുറ്റപ്പെടുത്തുമ്പോൾ അകപ്പെട്ടു പോയ ചില ശീലക്കേടുകളിലൊക്കെ ഒരു മനുഷ്യൻ വിഴറുമ്പോൾ ഈ ഘട്ടങ്ങളിലൊക്കെ ഒരു വൈകാരിക പിന്തുണ നൽകാൻ നമുക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒന്ന് കെട്ടിപ്പിടിക്കാൻ, പോട്ടെ എന്ന് പറയാൻ, എല്ലാം ആദ്യം മുതൽ തുടങ്ങാമെന്നൊരു കൈത്താങ്ങ് കൊടുക്കാൻ, തോൽവിയല്ലെന്ന് അവനെ ഓർമ്മപ്പെടുത്താൻ. ഇത്തരം നിമിഷങ്ങളിൽ നമ്മൾ നൽകിയ വൈകാരിക പിന്തുണയുടെ ഓർമ്മയാണ്, ആ ഓർമ്മ മാത്രമാണ് അവനിൽ നമ്മളോടുള്ള സ്നേഹമായി മാറുക. നമ്മുടെ ഈ പിന്തുണയാണ് തന്നോട് തന്നെയും സഹജീവികളോടും ലോകത്തോടും ഒക്കെ ഒരു പോസിറ്റീവ് മനോഭാവം രൂപപ്പെടുത്താൻ അവനെ സഹായിക്കുക. ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന നേരത്ത്, തോറ്റുപോയി എന്ന് തോന്നുന്ന നേരത്ത് ഈ പിന്തുണ കിട്ടാത്തവൻ അവനിങ്ങനെ കലഹിച്ചുകൊണ്ടേയിരിക്കും, തന്നോടും സഹജീവികളോടും ലോകത്തോടും ഒക്കെ. അമ്മയുടെ ശ്രദ്ധ തന്നിലേക്ക് കിട്ടാൻ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ തന്നെ.